Hey guys, welcome back to my channel. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അൺബോക്സിങ് വീഡിയോ തന്നെ. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് അൺബോക്സ് ആക്കണമെന്ന് ഇപ്പോൾ കൺഫ്യൂഷനാണ്. റുപ്പി പറയടാ ഏതൊരു അൺബോക്സ് ആക്കല്? അൾട്രൻ്റെ ഇപ്പോൾ ആക്കണ്ടാവുന്നുണ്ട്. അൾട്രൻ്റെ നമുക്ക് നാളാക്കിയാലോ? നമുക്ക് സീരീസ് 8ൻ്റെ ഒരു മോഡൽ അൺബോക്സ് ആക്കിയാലോ? കുറേ ആളെ എൻക്വയറി ആണ് ഈ അൾട്ര അല്ലാണ്ട് വേറെ ഏതെങ്കിലും സാധനം ഉണ്ടോന്ന്. അപ്പോൾ ഹൈനോടെക്കിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്, അത് അൺബോക്സ് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ അൺബോക്സ് ആക്കാൻ പോകുന്നത് ഇന്ന് ഹൈനോടെക്കോ വാച്ച്, ജർമ്മനി എന്ന് പറയുന്ന H45 Pro Max സീരീസ് 8 കേട്ടോ. സീരീസ് 8ൻ്റെ വയർലെസ് ചാർജിങ്ങിലുള്ള ഒരു സാധനമാണ്. ബോക്സ് എല്ലാം കൊടുത്തിട്ടുള്ള ആപ്പിളിൻ്റെ ബോക്സ് കൊടുത്ത് അതിൽ തന്നെ ബോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ അൺബോക്സ് ചെയ്യാം. എന്താ പറയുന്നതാ, ഈ കവർ കഴിക്കുക ഫസ്റ്റ്. ഈ കവറൊന്ന് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ അർജന്റീന ജയിച്ചല്ലേ മോനെ, ബഞ്ചായിരുന്നു കേട്ടോ കസ്റ്റമർ. അപ്പോൾ ഗൈസ് ആപ്പിളിൻ്റെ പാക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ പൊട്ടിക്കാം നമുക്ക്. നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ, ഗുഡ് പാക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ അതാ പാക്കിംഗ് എല്ലാം കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള സാധനം കാര്യമായിട്ടുണ്ടായാൽ നല്ലതാണ്. എല്ലാം ഞാനുള്ള പോലെ പറയുന്ന വീഡിയോ ആണ്. അതാ സെയിം ആപ്പിളിൻ്റെ അതേപോലെ തന്നെ ഇത് സ്ട്രാപ്പിൻ്റെ ബോക്സ്. പിന്നെ അതേപോലെ തന്നെ ഇത് വാച്ച് സീരീസ് 8 അൾട്ര. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നോക്കാം. ജർമ്മനി എഴുതിയിട്ടുണ്ട്, ഹൈനോടെക്കോ വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതൊന്ന് പൊളിച്ച് കാണാമല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ യൂസർ മാനുവൽ ആയിരിക്കും. യൂസർ മാനുവലെല്ലാം നല്ല അടിപൊളി. യൂസർ മാനുവലെല്ലാം അടിപൊളിയാണ് കേട്ടോ. എന്താ യൂസർ മാനുവൽ ചെറുങ്ങനെ കൊടുത്തിട്ടുള്ളൂ, അധികം ഒന്നും കൊടുത്തിട്ടില്ല. അതാ ഒരു വാറണ്ടി കാർഡ്, പിന്നെ ഒരു ഇതാരും വായിക്കില്ലല്ലോ അല്ലേ. എന്നാലും നമ്മളോട് വന്നിട്ട് ചോദിക്കുന്നല്ലേ എന്നാന്ന് അങ്ങനെയൊന്നും വിചാരിക്കല്ല. നല്ല അടിപൊളി കിറുമാണി സാധനം തന്നെ പറഞ്ഞാൽ നമുക്ക്. പിന്നെ പ്രൈസും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കണം. പിന്നെ കൈ കെട്ടിയിട്ട് ലുക്കും നോക്കണം. എല്ലാം സീരീസ് ആയിട്ട് അൾട്ര ആയിട്ട് സീരീസ് ആയിട്ട് ആരും ഇല്ലാണ്ടായി. ഇതാ ഹെൽത്ത് റേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല ക്രിസ്റ്റലായിട്ടുണ്ട് കേട്ടോ, ഗ്ലോസി ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഓണാക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ സ്ട്രാപ്പ് ഏതല്ലോ ഉള്ളത് നോക്കട്ടെ. ഇനി ഓണാക്കല്ലോ, നമുക്ക് ഒരു മിനിറ്റ് സ്ട്രാപ്പ് നോക്കാമല്ലോ. എന്താ ഇതിൻ്റെ ഉള്ളിലൊരു വലിയൊരു ബുക്ക് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ ഇല്ല എന്നിട്ട് പെട്ടണ്ട, ഇല്ല യൂസർ മാനുവൽ ഒന്നുമല്ല, സ്ട്രാപ്പാണ്. സ്ട്രാപ്പെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ് കേട്ടോ. ഓക്കെ, സ്ട്രാപ്പ് ക്വാളിറ്റിയെല്ലാം അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഇട്ട് നോക്കാം. സ്ട്രാപ്പ് ഇടുമ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് മേലെ ഭാഗത്ത് ഈ സാധനം ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഒറിജിനൽ ആപ്പിൾ വാച്ച് കെട്ടിയ മാതിരി ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പം നമ്മൾ എന്ത് കെട്ടിയാലും കോപ്പി എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതിൽ കളേഴ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ, ഓൺലി ബ്ലാക്ക്, വെറും ബ്ലാക്കേ വന്നിട്ടുള്ളൂ. നമുക്ക് ഓൺ ചെയ്തിട്ട് വലിയ സ്പീക്കർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താ ഹൈനോടെക്കോൻ്റെ പേര്. പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് ചൈന ഇവയിൽ പ്രശ്നമാണ്, ഇംഗ്ലീഷ്. ആപ്പ് വേറെയാണ് കേട്ടോ, ഇതിൻ്റെ ആപ്പ് വേറെയാണ്. ഏതൊരു ആപ്പ്, പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. സ്കാനിങ് കോഡ്. എന്തോ വാൾപേപ്പേഴ്സ് നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. മാറുന്നൊന്ന് നോക്കിയതാണ്. മ്യൂസിക് വാമോസ് അർജന്റീനൻ്റെ കളറാണ് കൊടുത്തിട്ടുള്ളതാ, കണ്ടോളി. ഇനിയിപ്പോൾ അർജന്റീന ഫാൻസ് അല്ലാത്തവർ ഇത് മേടിക്കാണ്ടൊന്നും നിൽക്കണ്ട, നല്ല സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേറെ എന്തെല്ലോ എന്താ പിന്നെയും ബ്ലൂ കളർ തന്നെയുള്ള. പിന്നെ അടുത്തത് ഇതാ അടിപൊളി ക്ലോക്ക്, നല്ല അടിപൊളിയാണ്. ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം IPS ഡിസ്പ്ലേ ആണ് കാണുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്താ നല്ല അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളുണ്ട്. എന്താ നല്ല അടിപൊളി ക്ലാരിറ്റി കാര്യങ്ങളുണ്ട്. ഒന്ന് ശരിക്കും ഒന്ന് ഫോക്കസ് ആക്കിയിട്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങെല്ലാം നോക്ക്, നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ.
ആർക്കും അറിയില്ല ഇത് കോപ്പിയാന്ന് കേട്ടോ, 100% പറയുന്നതാണ്. ഇത് കോപ്പിയാന്ന് ആർക്കും അറിയില്ല കേട്ടോ. പിന്നെ അതേപോലത്തെ പ്രശ്നമാണ് സ്വന്തം വാൾപേപ്പർ. എന്താ ഇതുണ്ട്, ഇതാ ഇത് മറ്റേ അതിന് കേട്ടോ സ്പോർട്സ് മോഡ് അല്ല, ഇതന്നെ. ഇതിനൊന്നും കൂടി വേണമല്ലോ. ഒന്നാമത്തേത് ഇത് 9 വാൾപേപ്പേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ആൾറെഡി. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ആക്കിയാൽ ഒരുപാട് വാൾപേപ്പേഴ്സ് കിട്ടും കേട്ടോ. ഇതിൻ്റെ ആപ്പ് ഏതൊന്നും കൂടി നോക്കിയിട്ട് നമുക്ക് വീണ്ടും വരാം. എന്തിനാ ബേജാർലി? അപ്പോൾ ഗൈസ് ഹൈനോടെക്കോൻ്റെ ആപ്പ് ഡൗൺലോഡ് ആക്കാം കേട്ടോ. ഇവിടുന്ന് ആപ്പ് ഡൗൺലോഡ് ആക്കിയിട്ട് ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ അവിടുന്ന് ലോഗിനും പ്രോസസ്സെല്ലാം കാണിക്കും. അപ്പോൾ അതിൽ രജിസ്റ്ററിൽ പോയിട്ട് നിങ്ങളെ പേരും പിന്നെ ജിമെയിൽ ഐ ഡിയും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വെരിഫിക്കേഷൻ ജിമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, അത് ഇട്ടിട്ടാൽ പിന്നെ ലോഗിൻ ആവും കേട്ടോ. അതിൻ്റെ ഇവിടെ വന്നിട്ട് ആഡ് ഡിവൈസ് കൊടുത്താൽ ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ ഓപ്ഷനുള്ള വേറെ സ്കാൻ ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്കാൻ വേണമെങ്കിൽ സ്കാൻ ചെയ്യുക, അല്ലാണ്ട് റീഫ്രഷ് വേണമെങ്കിൽ റീഫ്രഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് ആൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് 15 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഓപ്ഷനാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് തേടിയിട്ട് കാണിച്ചു തരാം, 1 മിനിറ്റ്. നമ്മളെ മറ്റേ കണക്ട് ആക്കുന്ന ഇവിടെ വന്നിട്ട് ഫോണിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട് കണക്ട് എന്നുള്ള, അതിലൊന്ന് ക്ലിക്ക് ആക്കിയാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പേരിങ് ഞാനിപ്പോൾ എൻ്റെ ആപ്പിളിൽ കണക്ട് ആയതിനെ കൊണ്ട് കുറച്ച് അടങ്ങിയതായിരിക്കില്ല ഇപ്പോൾ കണക്ട് ചെയ്യാൻ. ഇപ്പോൾ തന്നെ അതിൽ കണക്ട് ആക്കിയത് ഡിസ്കണക്ട് ആക്കിയിട്ട് എന്നാലും കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കണക്ട് എല്ലാം ആവുന്നുണ്ട്. വിയർ ഫിറ്റ് പ്രോണ്ട് അത്ര അടങ്ങിയതൊന്നും ആവുന്നില്ല, പെട്ടെന്ന് കണക്ട് എല്ലാം ആവുന്നുണ്ട്. നമ്മൾ രജിസ്ട്രേഷന് പഴയ മാതിരി ആവുന്നില്ല എന്നേ ഉള്ളൂ. അവിടെ പറ്റി രജിസ്റ്റർ ആക്കിയിട്ട് പുതിയതായിട്ട് ഇമെയിൽ ഐ ഡിയും പിന്നെ അതേപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡും അത് ഇതെല്ലാം കൊടുത്താൽ മതി. എല്ലാം ടർൺ ഓൺ കൊടുത്തിട്ടുണ്ട്, ഞാൻ നോട്ടിഫിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈനോടെക്കോൻ്റെ അലോഡ് ഇതൊന്ന് അലോ കൊടുത്താൽ മതി. ഐഫോണിലൊന്നും ഇങ്ങനെ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, ആൻഡ്രോയിഡിൽ മാത്രമേ ഇങ്ങനെ ചോദിക്കുന്നില്ല. ഐഫോണിൽ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള സൈഡിൽ ചെറിങ്ങനെ ഞാൻ കൊടുക്കാം കേട്ടോ, ഒരു മ്യൂസിക് ഇട്ടിട്ട്. ഓക്കെ, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഇതിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഡിവൈസ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ വാൾപേപ്പർസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കണമെങ്കിൽ ഇവിടെ താഴെ വന്നാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മറ്റുള്ള. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഗാലറിക്ക് പോകും കേട്ടോ. ഗാലറിയിൽ നമ്മളെ ചങ്ക് ലുക്കാൻ്റെ ഇർഫാനുണ്ട്. ഇർഫാൻ്റെ ആരോ ഓഫർ ഇട്ട് കൊൻ്റെ എത്ര 400 ക്യാറ്റ് അതിൻ്റെ ഓഫർ അയച്ചു തന്നെ നമ്മളെ ചങ്ക് ലുക്ക മിക്സ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏത് വേണമെങ്കിലും വാൾപേപ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ഒരുപാട് ഫ്രീ വാൾപേപ്പേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് നമ്മളെ ഫോട്ടോ ഇവിടെ വന്നിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മളെ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ബിസിനസ് കാർഡ് സെറ്റ് ചെയ്യാം. ബിസിനസ് കാർഡ് വേണമെങ്കിൽ ബിസിനസ് കാർഡ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷന് എല്ലാം എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം എനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ ജബ്ബാറിന് എന്തോ പറയാനുണ്ട്, ഒന്ന് കേട്ടിട്ട് പോവാം. പറഞ്ഞോ, എന്താ എന്നിട്ട് അപ്പോൾ ഇങ്ങനെ സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ബാറ്ററി അത് ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്പെഷ്യലായിട്ട് ആരും കൊടുക്കാത്തത് കേട്ടോ. ഈ സെറ്റിങ്സ് കയറിയാൽ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആൾവേസ് ഓണിൽ കുറേ ആൾ ചോദിക്കുന്നതിന് എത്ര 5 മിനിറ്റ് 10 മിനിറ്റ് എത്ര കിട്ടുന്നതാണ്. ഇത് 5 മിനിറ്റ് വേണമെങ്കിൽ 5 മിനിറ്റ് സെറ്റ് ചെയ്യുക, 15 മിനിറ്റ് വേണമെങ്കിൽ 15 മിനിറ്റ് സെറ്റ് ചെയ്യുക. നമുക്ക് ബാണ്ട് മിനിറ്റ് സെക്കൻഡ് 7 സെക്കൻഡ് ഇതാ ബാണ്ട് മിനിറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, 30 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ആൾവേസ് ഓൺ ഡിസ്പ്ലേ 30 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ബ്രൈറ്റ്നസ് എടുത്തോണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ 3 മറ്റേ ബക്കറ്റ്. ഓക്കെ, പിന്നെ ബ്രൈറ്റ്നെസ്സും അത്ര തന്നെ. ബ്രൈറ്റ്നെസ് നമ്മൾ ഇപ്പോൾ 50% വെച്ചിട്ടുള്ളൂ, ഇപ്പോൾ 100% ഫുള്ള് വെച്ചിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയാണ് ഗൈസ്, നല്ല അടിപൊളി ക്ലാരിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം കേട്ടോ. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാക്കിയുള്ള വാച്ചുകളുടെ അൺബോക്സിങ് നമുക്ക് അടുത്ത വീഡിയോയിലാക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ പറഞ്ഞാൽ ഒരുപാട് ഓരോ ദിവസം ഓരോന്ന് പൊളിക്കാം, അതാണ് നല്ല. നെക്സ്റ്റ് ഏത് പൊളിക്കണോ നിങ്ങൾ കമന്റ് ചെയ്താ എന്തെല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാ X+ അൾട്ര ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈനോടെക്കോന്റെ RW14 എന്ന് പറഞ്ഞ റൗണ്ട് സ്മാർട്ട് വാച്ച് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെൽസിലിന്റെ T അൾട്ര എന്ന് പറഞ്ഞിട്ടൊരു അൾട്രാ സ്മാർട്ട് വാച്ചും കൂടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ S8 Max അൾട്ര എന്ന് പറഞ്ഞൊരു സ്മാർട്ട് വാച്ചും കൂടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വെൽടെക്കിന്റെ 2 മോഡൽ ഉണ്ട് കേട്ടോ.
വെൽടെക്കിന്റെ 2 നോർമൽ സ്മാർട്ട് വാച്ച് ഉണ്ട് ഇങ്ങനത്തെ സീരീസ് 8 മോഡൽ കേട്ടോ. സീരീസ് 7, 8 മോഡലിന്റെ സ്മാർട്ട് വാച്ച് ഉണ്ട് വെൽടെക്കിന്റെ, അതും കൂടി. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്നുള്ളത്, ഇഷ്ടപ്പെടാൻ ഇതൊന്നും പൊളിച്ചിട്ടില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് ആരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ചങ്ങായിമാർ ആരെങ്കിലും UAE നിന്ന് കാണുന്നതാണെങ്കിൽ അവർക്ക് ഷെയർ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ വേണമെങ്കിൽ. അപ്പോൾ അവർക്ക് ഞാൻ ഓരോ ഡോർ ടു ഡോർ ഞാൻ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഒരു പൈസ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. നാട്ടിൽ നിന്ന് എന്തെങ്കിലും വേണോ, എനിക്കെന്താ വേണ്ട, ഇങ്ങനെ ചമ്മി കളിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഈ വാച്ച് വേണോ, ഇന്നാളെടുത്തുണ്ട് എന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അർജന്റീന ജയിച്ചാക്കിയാൽ എന്തെല്ലോ സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് തിന്നാൻ പറ്റാത്ത സാധനം. അർജന്റീന കപ്പും കൊണ്ട് പോയ. അതേപോലെ തന്നെ അർജന്റീന കപ്പ് കൊണ്ടുപോയി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നില്ല കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ഗിവ് അവേ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കമന്റ് ഇട്ടോ, മറക്കണ്ട. ഏത് വീഡിയോയുടെ കമന്റ് എടുത്തിട്ടാണോ ഗിവ് അവേ കൊടുക്കുന്നതെന്നൊന്നും പറയാൻ. അപ്പൊ എല്ലാ വീഡിയോനും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗിവ് അവേ കിട്ടിയ ചങ്ങായി മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ റിട്ടേൺ മെസ്സേജ് അയച്ചിട്ട് ആരെങ്കിലും നാട്ടിൽ പോകുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് നമ്മള് സാധനം എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ചങ്ങായിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫയർ ആക്ക, പവർ ആക്ക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സൈനിങ് ഔട്ട്.